ബിസ്മില്ല അൽഹംദുലില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിൻ്റെ അടുത്ത അക്ഷരം ദാലാണ്. ദാല് നാവിൻ്റെ തുമ്പ് മേലെ മുൻപല്ലിൻ്റെ അരിക് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ അറ്റത്ത് ഏറ്റവും താഴ്ഭാഗത്ത് അങ്ങനെയാണ് അത്. ദാലിൻ്റെ മഖ്റജ് അതാണ്. അങ്ങനെയാണ് ദാലിനെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. ദാൽ. നമ്മൾ സായനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ദാല് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ആ മഖ്റജിലേക്ക് ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ദാൽ. നമ്മളിത് നാവിനെ ശക്തി കൂട്ടി മഖ്റജിൽ തൊടുന്ന സമയത്ത് ദാൽ എന്നുള്ളതിന് പകരം ദാലിലോട്ട് ദാലിൻ്റെ സൗണ്ട് പുറത്തു വന്നു വരും. അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വളരെ സോഫ്റ്റായിട്ട് എന്ത് ചെയ്യുക, നാവിൻ്റെ തുമ്പിന് പല്ലിൻ്റെ അറ്റത്തേക്ക് അല്ലെങ്കിൽ അടിഭാഗത്ത് സോഫ്റ്റായിട്ട് തൊടുക. ദാൽ ദാൽ. അടുത്ത അക്ഷരം റായാണ്. റാ നാവിൻ്റെ തുമ്പും മേലെ മുൻപല്ലിൻ്റെ ഊനിന് തൊട്ട് മുകളിൽ. സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. റാ റാ നമ്മൾ ഉച്ചരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റാ റാ എന്നുള്ള സൗണ്ട് വരണമെങ്കിൽ നമ്മൾ യഥാർത്ഥ സ്ഥലത്ത് നമ്മൾ നാവിനെ വെക്കേണ്ടതുണ്ട്. റാ റാ ഭാരമുള്ള അക്ഷരമാണ്. എല്ലാ സമയത്തും ഭാരം ഉണ്ടാവില്ല. ചില സമയത്ത് ഭാരമുള്ളതും ചില സമയം ഭാരമില്ലാതെയും ഉച്ചരിക്കുന്ന അക്ഷരമാണ് റോ. ഓക്കെ, റോ. അടുത്ത അക്ഷരം സായ്. നാവിൻ്റെ തുമ്പും താഴെ മുൻപല്ലിൻ്റെ മുരടും. സായ് അത് ഉച്ചരിക്കുന്ന സമയത്ത് നമുക്കൊരു ചൂളം സൗണ്ട് വരേണ്ടതുണ്ട്. നമുക്ക് സായുടെ സൗണ്ട് പുറത്ത് വരുന്നില്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സെഡ് എന്നുള്ള അക്ഷരത്തിനെ പറഞ്ഞു നോക്കുക. ഫസ്റ്റ് നമ്മൾ സെഡിനെ പറഞ്ഞു നോക്കി. സെഡ് അതിൽ നിന്ന് നമ്മൾ എന്നുള്ള അക്ഷരത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. സായ്. അടുത്ത അക്ഷരം സീനാണ്. നാവിൻ്റെ തുമ്പും മുൻപല്ലിൻ്റെ മുരടും. സീൻ. സായുടെ അതേ മഖ്റജ് തന്നെയാണ് സീനിനും. പക്ഷേ അതിൻ്റെ സ്വഭാവം വ്യത്യസ്തമായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വരുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സീൻ. അപ്പോൾ കൂടുതൽ ആളുകൾക്കും വലിയ മിസ്റ്റേക്ക് ഒന്നും വരാത്ത ഒരു അക്ഷരമാണ് സീൻ. ഓക്കെ, സീൻ. അതിനടുത്തത് ഷീൻ. നാവിൻ്റെ മധ്യഭാഗവും നേരെ മേൽ അണ്ണാക്കും. ഷീൻ. അതുപോലെ തന്നെ പറ്റ അങ്ങോട്ട് പ്രസ് ചെയ്യാണ്ട് ചെറിയൊരു വിടവ് വരുത്തിയിട്ട് നമ്മൾ ഉച്ചരിക്കണം. ഷീൻ. അത് പരത്തി ഉച്ചരിക്കുന്ന ഒരു അക്ഷരമാണ് ഷീൻ. അടുത്തത് സ്വാദ്. നാവിൻ്റെ തുമ്പും താഴെ മുൻപല്ലിൻ്റെ മുരടും. നമ്മൾ രണ്ടക്ഷരപ്പോൾ അതിനെ പറഞ്ഞു കഴിഞ്ഞു. സായ്, സീൻ. അതേ മഖ്റജിൽ തന്നെയാണ് നമുക്ക് എന്തുള്ളത്, സ്വാദ്. പക്ഷേ സ്വാദ് ഭാരമുള്ള അക്ഷരമാണ്. അപ്പം നാവിൻ്റെ പിറകുവശം ഉയർത്തി വായ നിറച്ച് ഉച്ചരിക്കുക. സ്വാദ്. അതേ മഖ്റജിൽ നിന്ന് തന്നെ വരുന്ന സീൻ, സായ്. ഇത് രണ്ടും ലൈറ്റ് ലെറ്ററാണ്. അപ്പോൾ വായ പരത്തി ഉച്ചരിക്കുക. സ്വാദിനെ വായ എന്ത് ചെയ്യുക, വായ നിറച്ച് നാവിൻ്റെ പിറകുവശം ഉയർത്തി ഉച്ചരിക്കുക. അടുത്ത അക്ഷരം വാദ്. അപ്പോൾ ആളുകൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അക്ഷരമാണ് വാദിൻ്റെ മഖ്റജ് നാവിൻ്റെ അരിക്
നാവിൻ്റെ അരിക് നമുക്ക് വേണമെങ്കിൽ ഒരു അരിക് ഉപയോഗിച്ചിട്ട് ളാദിനെ ഉച്ചരിക്കാം, അല്ലെങ്കിൽ രണ്ടരികും വേണമെങ്കിൽ നമുക്ക് ഉച്ചരിക്കാം. എങ്ങനെ വേണമെങ്കിലും അത് ഉച്ചരിക്കാൻ പറ്റും. 2 മഖ്റജ് ഉണ്ട് അതിന്. അപ്പം നാവിൻ്റെ അരിക് മേലെ അണപ്പല്ലിൻ്റെ ഊനിലേക്ക് ചേർത്ത് വെച്ച് ഉച്ചരിക്കുക. അപ്പം ഇതിന് കാറ്റൊട്ടും പുറത്ത് പോവാത്തൊരു അക്ഷരമാണ് ളാദ്. ളാദ്. അപ്പോൾ നമ്മൾ ളാദിനെ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മളുടെ കവിളിൽ ചെറിയൊരു കുമിള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു കവിള് കുറച്ച് വീർത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മഹ്റജ് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ളാദ് ളാദ്. അപ്പോൾ അല്ലാഹു അറബി അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കുവാനും വിശുദ്ധ ഖുർആൻ്റെ പാരായണം ഏറ്റവും ശരിയായ രീതിയിലുള്ളതാക്കുവാനും അത് ജീവിതത്തിൽ അതിൻ്റെ ആശയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലേക്ക് പകർത്തുവാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടി അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീം.